ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മോന്റെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല നടക്കുന്നെന്ന് കൂട്ടിക്കോ. അതെന്താ അങ്ങനെ? നിന്റെ മോന്റെ കല്യാണം പിന്നെ വേറെ ആരുടെ ഇഷ്ടത്തിനാ നടക്കുന്നത്? ദേ മഹി, ഇവളുടെ അച്ഛനും അമ്മയും മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. ചോദിക്കാനും പറയാനും ഞങ്ങള് ചിലര് ജീവനോടെ ഉണ്ട്. ഞങ്ങളുടെ കൊച്ചിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ കളി മാറും. താങ്ക് യു സർ. കൃത്യസമയത്ത് സാർ എത്തിയില്ലായിരുന്നെങ്കിൽ വിവരങ്ങൾ അറിഞ്ഞപ്പോഴേ എനിക്ക് അപകടം മണത്തു. അതാ ഒന്ന് ബാക്കപ്പ് ചെയ്യാമെന്ന് വെച്ചത്. വെൽ പ്ലാൻ സർ. നിങ്ങൾക്കാർക്കും ഒരു പോറൽ പോലും ഏക്കാൻ പാടില്ല. നമ്മളെല്ലാം ഒരു ടീമാണ്. ഒറ്റക്കെട്ട ജീവൻ കൊടുത്തും രാജ്യത്തിനു വേണ്ടി പോരാടുന്നവരാ. ആരാത്? ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ രാവിലെ ഇറങ്ങിയോ? ഭാഗത്തേക്ക് വാ. ഇതെന്ത് കല്യാണ വീടാ മഹി? ഇവിടെ ഒച്ച അനക്കമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ബന്ധുക്കളെ ഒന്നും വിളിച്ചില്ലേ? കുറച്ച് ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അല്ല, ചന്ദ്രമതി എവിടെ? ഞങ്ങള് വന്നത് അവൾ അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞിട്ട് ഇറങ്ങി വരാത്തതാണോ? അങ്ങനെയൊക്കെ ചന്ദ്ര ചെയ്യോ അമ്മായി? അവൾക്ക് നിങ്ങളെന്ന് വെച്ച ജീവനാ. അതേക്കുറിച്ച് നീ ഞങ്ങളോട് കൂടുതലൊന്നും പറയണ്ട. ഞങ്ങളോടുള്ള സ്നേഹ കൂടുതലുണ്ടാവും കല്യാണ നിശ്ചയത്തിന് ഞങ്ങളെ വിളിക്കാഞ്ഞതല്ലേ? സത്യത്തിൽ കല്യാണത്തിന് വരരുതെന്നാ ഞങ്ങൾ ആദ്യം കരുതിയത്. പിന്നെ നിങ്ങളെപ്പോലെ വിവരക്കേട് കാണിച്ചാ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതായി പോവല്ലോ. അവര് വന്നല്ലേ? ആഹാ, ആരൊക്കെ ഇത്? നിങ്ങൾ എന്താ വരം വൈകിയത്? 2 ദിവസം മുമ്പേ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങള്? ഓ, അതൊക്കെ അപ്പൊ അറിയാം. എന്നിട്ടാ നിശ്ചയത്തിനൊരു വാക്ക് പോലും പറയാതിരുന്നത്. അമ്മാവനും അമ്മായും ക്ഷമിക്കണം. അങ്ങനെ എല്ലാവരെയും അറിയിക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അതെന്താ അങ്ങനെ ഒരു സാഹചര്യം? അതൊക്കെ ഞാൻ പറയാം. അപ്പൊ രണ്ടുപേർക്കും കാര്യം മനസ്സിലാവും. എന്നാലും നളിനിക്കെങ്കിലും ഞങ്ങളോട് ഒരു വാക്ക് പറയാമായിരുന്നു. നിനക്കൊന്നുമില്ലെങ്കിലും ഇവരെക്കാളും പ്രായവും പക്വതയൊക്കെ ഉള്ളതല്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഈ കല്യാണം ഭംഗിയായിട്ട് നടത്താം. അമ്മാവനും അമ്മായിക്കും ചായ എടുക്കട്ടെ? ഞങ്ങൾക്ക് നിന്റെ ചായ സൽക്കാരം ഒന്നും വേണ്ട. ഇപ്പൊ നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനും ഈ മനുഷ്യനും മാത്രമേ ഉള്ളൂന്ന് പോലും നീ മറന്നുപോയില്ലേ? ഓരോന്ന് പറഞ്ഞെന്നെ വിഷമിപ്പിക്കില്ലേ അമ്മായി? എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. കഴിഞ്ഞതൊക്കെ പോട്ടെ വനജെ, നമുക്ക് ക്ഷമിക്കാം. ഒന്നും അല്ലെങ്കിലും നമ്മുടെ കൊച്ചല്ലേ ഇവള്. അതെ. അല്ല, പൃഥ്വി എവിടെ? അവനെ കണ്ടെന്ന് അനുഗ്രഹിക്കാനാ ഞങ്ങൾ വന്നത്. അവനകത്തുണ്ട്. നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. പിന്നെ പഞ്ചസാര വേണ്ട. ചെറുതായിട്ട് ഷുഗർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരി. പിന്നെന്തൊക്കെ അമ്മ വിശേഷങ്ങൾ? വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ സുഖം. ദൈവാധീനം കൊണ്ട് പിള്ളേരൊക്കെ ബിസിനസ്സും കാര്യങ്ങളും ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു. ചന്ദ്രമതി, നിനക്കെന്താടി ഒരു സന്തോഷക്കുറവ്? നിന്റെ മോന്റെ കല്യാണം അല്ലേ ഇന്ന്? അല്ല, ഇതിപ്പോ നിന്റെ മുഖം കണ്ടാ മരണ വീട്ടിൽ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. അതിന് കാരണമുണ്ട്. എന്റെ മോന്റെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല നടക്കുന്നെന്ന് കൂട്ടിക്കോ. അതെന്താ അങ്ങനെ? നിന്റെ മോന്റെ കല്യാണം പിന്നെ വേറെ ആരുടെ ഇഷ്ടത്തിനാ നടക്കുന്നത്? ദേ മഹി, ഇവളുടെ അച്ഛനും അമ്മയും മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ.
ചോദിക്കാനും പറയാനും ഞങ്ങള് ചിലര് ജീവനോടെ ഉണ്ട്. ഞങ്ങളുടെ കൊച്ചിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ കളി മാറും. അല്ല ചേട്ടാ? പിന്നല്ലാതെ ചെറുപ്പം മുതലേ ഞങ്ങളാ ഇവളെയും ചന്ദ്രസേനയും വളർത്തിയത്. അതൊക്കെ എനിക്ക് അറിയാലോ അമ്മാവ. ചന്ദ്രയ്ക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. വൃദ്ധി കെട്ടാൻ പോകുന്ന പെണ്ണ് ഏത് കുടുംബക്കാരാ ചന്ദ്രേ? നമുക്കൊപ്പം ചേർന്നവരാണോ? അവരുടെ കുടുംബ ചരിത്രം ഒന്നും എനിക്കറിയില്ല. പൂർണിമയായിട്ട് കൊണ്ടുവന്ന ആലോചനയാണ്. നന്നായി ആലോചിച്ചിട്ടൊക്കെയാണോ തീരുമാനിച്ചത്? കല്യാണം കഴിഞ്ഞു പോയാ പിന്നെ പെണ്ണ് നമ്മുടെ തലയിലാവും, അത് മറക്കണ്ട. പൂർണിമ വ്യക്തമായി തന്നെ എല്ലാം അന്വേഷിച്ചതാ. പൃഥ്വിക്ക് ദോഷം വരുന്ന ഒന്നും പൂർണിമ ചെയ്യില്ലാന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ ആയാ കൊള്ളാം. ആ നിങ്ങൾ സംസാരിക്കാം, ഞാനിപ്പോ വരാം. ശരി. ഹലോ, ടീമിൽ നിന്ന് ആരെങ്കിലും നിന്നെ വിളിച്ചോ? മേനോ സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ആംബുലൻസ് ഡ്രൈവറെ രക്ഷിക്കാൻ പോയവരുടെ യാതൊരു വിവരവും ഇല്ല. ഇന്ന് എന്റെ കല്യാണമാണെന്നുള്ള കാര്യം അറിയാലോ. ഇപ്പൊ ഇതൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യാനോ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളത് പോലീസുകാർ ചെയ്തോളൂ. ദേ, ആരെയെങ്കിലും പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരാദ്യം പൊക്കുന്നത് നിന്നെ ആയിരിക്കും. താലി കെട്ടാൻ നിൽക്കുന്ന നിന്നെ പോലീസ് വിലങ്ങ് വെച്ച് മണ്ഡപത്തിൽ നിന്ന് കൊണ്ടുപോയാ എല്ലാ ചാനലുകാരും ആ വാർത്ത ആഘോഷിക്കും. ആവശ്യത്തിന് കൂടുതൽ ടെൻഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെ ഇനിയും സ്ട്രെസ്സിലാക്കരുത്. അങ്ങനെ പറഞ്ഞ പൃഥ്വി, ഹലോ. ഛേ, എന്തായി കിരൺ, അവരാരെങ്കിലും വിളിച്ചോ? ഇല്ല. വീട്ടിലെ അവസ്ഥ എന്താ? എല്ലാരും കല്യാണത്തിന് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കും. എന്താ കിരൺ, എന്തു പറ്റി? നല്ല ടെൻഷനുണ്ടല്ലോ. ഇന്നലെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് മേനോനെതിരെ ആവശ്യത്തിന് തെളിവുകൾ കിട്ടിയാനേ. ശരിയാണ്, പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ. ഇതൊരു യുദ്ധമാണ്. നമുക്കെതിരെ നിൽക്കുന്നവര് നമ്മളെ തകർക്കാൻ ശ്രമിക്കുക. അവിടെ പിടിച്ചു നിൽക്കുന്നതും വിജയം തന്നെയാണ് കിരൺ. തെളിവുകൾ ലഭിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടുവെന്നേ ഉള്ളൂ. ശ്രമിച്ചാൽ വേറെ 100 വഴികൾ നമ്മുടെ മുന്നിൽ തെളിയും. ഇന്നലെ വന്ന ഗുണ്ടകളുടെ ഫോണെല്ലാം ചെക്ക് ചെയ്യാൻ ഞാൻ അഖിലിനോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അഖിൽ നോക്കി തുടങ്ങി. അവരുടെ കയ്യിൽ നിന്ന് കോമൺ ആയിട്ട് കിട്ടുന്ന നമ്പറുകളെല്ലാം ട്രേസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജ് ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. ഇന്ന് അഷിതയുടെ വിവാഹം കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അവിടെയുള്ള ഒന്നോ അതിലധികമോ ഡോക്ടേഴ്സ് ഇതിലുണ്ടെന്നുള്ളത് ഉറപ്പാ. അവരെ കിട്ടിയ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. ഓക്കെ, അതിനുവേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ഒരു വഴി അടഞ്ഞാൽ 100 വഴികൾ നമുക്ക് മുന്നിൽ തുറക്കും കിരൺ.